ഇതിലേക്ക് ഒരു കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട്. പഴംപൊരി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ പഴംപൊരി, സിമ്പിളായിട്ടുള്ളൊരു പഴംപൊരി, പെട്ടെന്ന് ചെയ്യാൻ പഴംപൊരി. വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ കുഴയ്ക്കാൻ പോകുന്നത്. അധികം കട്ടിയും പാടില്ല, ഒരുപാട് വെള്ളവും പാടില്ലാത്ത രീതിയിൽ അത് ശരിക്കും ആ പഴത്തിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ മാവ് ഉണ്ടാവാനായിട്ട്. ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. രണ്ട് ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യണം. നിലനിർത്താനായിട്ട് ഞാനൊരു തുള്ളി ഉപ്പും കൂടെ ചേർക്കുന്നതാണ്. കുറച്ച് കഴിഞ്ഞ് ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് വേണം നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനായിട്ട്. ഭക്ഷണമൊക്കെയാണ് ചെയ്യണത്. നല്ല മധുരമുള്ള പഴമാണ്. ഒഴിക്കണം പഴംപൊരി ഉണ്ടാക്കാൻ. മുക്കിയിട്ട് ഇങ്ങനെ ശരിക്കും നല്ലോണം മാവ് പിടിക്കണം. ഇതിടാൻ നല്ല അടിപൊളി ടേസ്റ്റിയാണ്. നല്ല സിമ്പിളാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പഴംപൊരിയാണ്. അതിന് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടി 4 മണി പലഹാരം പെട്ടെന്ന് ഉണ്ടാക്കി തരാം. നല്ല സോഫ്റ്റാണ് കണ്ട, നമുക്ക് യാതൊരു ഇതും ചേർക്കാതെ നല്ല സോഫ്റ്റ് പഴംപൊരി കണ്ട. ഇതിൽ കടലമാവും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും പിന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ഇത് മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രം ചേർത്തിട്ടുള്ളൂ. കണ്ട നല്ല സോഫ്റ്റ് പഴംപൊരിയാണ് കണ്ട. നമ്മൾ കണ്ട വേറൊരു മൈദയോ അതൊന്നും ചേർക്കാതെ നല്ല വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.